അലീന രാവിലെ തന്നെ രോഹിത്തിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നടപ്പിക്കുകയാണ്. രോഹിത് അങ്ങനെ നടന്നു വരുന്നത് ബാലേന്ദ്രൻ കാണുന്നുണ്ട്. രോഹിത്തെ, നീ ഇന്ന് തന്നെ നടക്കാൻ ശ്രമിച്ചേ, നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന മാറി നിൽക്കുമ്പം രോഹിത് പതിയെ പതിയെ നടക്കാണ്. ബാലനും അപ്പോൾ കൃഷ്ണമോളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, ചേട്ടനിപ്പോ നല്ല ഉഷാറായല്ലോ, കാണാനിപ്പോ സുന്ദരനായി. ആ മുടിയൊക്കെ ഒന്ന് വെട്ടി ആ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒന്ന് സുന്ദരനായിക്കേ എന്ന് പറയാണ്. അല്ല, ഇപ്പൊ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോടാ എന്ന് ബാലൻ ചോദിക്കുമ്പം കുറവുണ്ട് എന്ന് പറയാണ്. ബാലൻ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി നോക്കാം, മൊത്തത്തില് ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് രോഹിത് പറയുമ്പം അലീന പറയുന്നുണ്ട്, അല്ല രോഹിത്തെ, അത് വേണം. എന്താണെന്നറിയോ, ഞാൻ തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ അവർ എന്തുമാത്രം എന്നെ പീഡിപ്പിച്ചു എന്ന് എനിക്കറിയാം. ടോർച്ചർ മുറിയിലേക്കാ എന്നെ അവർ കൊണ്ടുപോയത്. ഒരു പോലീസുകാരി വടിയായിട്ട് നിൽക്കുമായിരുന്നു. ആ DGP വന്നില്ലാന്നെങ്കിൽ അന്ന് അവരെന്നെ തല്ലി ചതച്ചേനെ. അപ്പോൾ നിന്റെയൊക്കെ കാര്യം പിന്നെ പറയണോ? ഇടിച്ച് നിന്റെയൊക്കെ നെഞ്ചാങ്കൂട് തല്ലി തകർത്തിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാ നിനക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നതും. അതെനിക്ക് ഉറപ്പാ. എന്തായാലും ഇപ്പൊ പനിയെല്ലാം മാറിയല്ലോ, ഹോസ്പിറ്റലിലേക്ക് പോയി നല്ലവണ്ണം ഒന്ന് ചെക്കപ്പ് ചെയ്താലേ എല്ലാം മനസ്സിലാവും. ബോഡിയിൽ എവിടെയെങ്കിലും ചതവോ നീർക്കെട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണ്ടേ? ഇപ്പോഴേ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതവിടെ കിടന്നാൽ വലിയ പ്രശ്നമാണ്. എനിക്കാരെയും ഫേസ് ചെയ്യാൻ വയ്യ. ഹോസ്പിറ്റലിലേക്ക് നല്ല എവിടെ പോവാന് എനിക്ക് വയ്യ. അന്ന് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം നാട്ടുകാരെല്ലാം കൂടി എന്നെ അവിട്ട് ഒരുപാട് തല്ലി. ഇനി ഹോസ്പിറ്റലിലേക്കൂടെ പോയി എനിക്കൊരു കെട്ടുകാഴ്ച പോലെ നിൽക്കാൻ എനിക്ക് വയ്യ. ആദ്യം നീയെ നിന്റെ ഈ കോലമൊക്കെ ഒന്ന് മാറ്റ്. കൃഷ്ണമോള് പറഞ്ഞതുപോലെ മുടിയെല്ലാം വെട്ടിച്ചീവി ഒതുക്കി താടിയൊക്കെ ഡ്രിം ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ധരിക്ക്. വലുതായിട്ട് ആരും നിന്നെ അപ്പോൾ ഐഡന്റിഫൈ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അത് മാത്രല്ല, അച്ഛൻ വണ്ടിയിലിരുന്നാൽ മതി, ഞാൻ കൃഷ്ണമോളും ബബിനെയും കൂടി കൊണ്ടുപോയിക്കോളാം. അതാകുമ്പോൾ പെട്ടെന്ന് ഞങ്ങളെ ആരും തിരിച്ചറിയത്തുമില്ലല്ലോ. അച്ഛനെ കണ്ടാലല്ലേ ചിലപ്പോൾ എല്ലാവരും പെട്ടെന്ന് തിരിച്ചറിയാ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവളുടെ നിർബന്ധപ്രകാരം രോഹി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സമ്മതിക്കുകയാണ്. രോഹിത്തും കൃഷ്ണമോളും അതുപോലെ ബബിതയും ബാലേന്ദ്രനും കൂടി പോകാൻ റെഡിയാവുന്നുണ്ട്. ബബിത വൈദ്യോട് പറയാൻ പോകുമ്പോൾ വൈദ്യ ചോദിക്കുകയാണ്, ഓഹോ, അപ്പൊ എനിക്കിവിടെ കൂട്ടിന് ആരും വേണ്ടേ? എല്ലാവരും ഉടുത്തൊരുങ്ങി അങ്ങ് പോവാണോ? അമ്മ അത് പിന്നെ രോഹിത്തേട്ടനെ കൊണ്ടുപോകാനല്ലേ എന്നും പറഞ്ഞ് എനിക്കിവിടെ തുള്ളി വെള്ളം വേണമെങ്കിൽ ഞാൻ ആരോട് ചോദിക്കും? ഈ പോകുന്ന വഴിക്ക് ഞാനൊന്ന് വീണു പോയാൽ എന്നെ ആര് നോക്കും എന്ന് ചോദിക്കുകയാണ്. എങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കാം, അവരോട് പൊക്കോളാൻ പറയാം. ആ ശരി ശരി, അവള് കൊണ്ടു നടക്കുക എൻ്റെ ചെറുക്കനെ കൂടി മയക്കാൻ. അമ്മക്ക് ഏതു നേരം ഇത് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ബബിത നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. വൈദ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛാ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. കൃഷ്ണമോളും അലീന ചേച്ചിയും ഉണ്ടല്ലോ, അവർ നോയിക്കോളും, ഞാനിവിടെ അമ്മയ്ക്ക് കൂട്ടിരിക്കാം എന്ന് പറയുമ്പം അലീന പറയാണ്, അതെന്തായാലും ശരിയാ. മേഡത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് വിളിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, മോളിവിടെ നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ 4 പേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബാലൻ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അലീനയും കൃഷ്ണമോളും കൂടി രോഹിത്തിനെ കൂട്ടി പോകുന്നുണ്ട്. രോഹിത്ത് മുടിയൊക്കെ വെട്ടി ചീവി ഒതുക്കി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് മൊത്തത്തിലൊരു ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഡോക്ടറെ കാണാൻ കയറുന്നുണ്ട്. ശേഷം ഡോക്ടർ ആണെങ്കിൽ ഫുൾ സ്കാനിങ്ങും MRIയും അങ്ങനെ കുറേ ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഇവർ എല്ലാം ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം, ഒരു ദിവസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ അവർ ചെലവഴിക്കുകയാണ്. ഈ ഒരു സമയത്ത് വൈദ്യ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുങ്ങളെ കൊണ്ട് അവൾ എവിടെ പോയതാടി? ആ അഹങ്കാരം പിടിച്ചവള് ഇങ്ങനെ കൊണ്ടു നടക്കേണ്ടത് കാര്യമുള്ളത്? അവളല്ലേ വീട്ടിലെ വേലക്കാരി, അവൾ ഇവിടെ നിന്നാൽ പോരെ, പിന്നെ എന്തിനാ പൊക്കി പിടിച്ചുകൊണ്ട് എപ്പോഴും അയാളുടെ പിന്നാലെ പോണത് എന്ന് പറയുമ്പം അമ്മേ, രോഹിയേട്ടനെയും കൊണ്ട് പോയതാ അലീന ചേച്ചി, അല്ലാതെ വേറൊന്നും അല്ല. രോഹിയേട്ടന് പോലീസുകാരെന്നൊക്കെ കുറെ ഇടി കിട്ടിയതല്ലേ, ഉള്ളിൽ വല്ല ചതവോ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ അറിയണ്ടേമേ, അതുകൊണ്ട് കൊണ്ടുപോയതാ, അല്ലാതെ വേറൊന്നും അല്ല. അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സമാധാനം തരില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേടി, ഞാൻ ആ സമാധാനക്കേട് അങ്ങേരി കണ്ട് പെണ്ണിനെയും വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അമ്മയുടെ എത്ര വെള്ളം നന്നാവില്ല. എന്തായാലും ഞാൻ പോയി പഠിക്കട്ടെ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. പഠിക്കാനാണോ അതോ ചാറ്റ് ചെയ്യാനാണോ പോണത്?
ഞാനേ കഥ തുറന്നിട്ടിരുന്നോളാം, അമ്മ ഒന്ന് ചെക്ക് ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ബബിത പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. എല്ലാം കണക്കാ, എല്ലാവരും അവളുടെ വലയിൽ വീണിരിക്കുക, ഇനി ഞാൻ കൂടെയുള്ളൂ അവളുടെ വലയിൽ വീഴാത്തത് എന്നും പറഞ്ഞുകൊണ്ട് വൈജ പിറുവിറുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എങ്കിൽ പോയ മോന് എങ്ങനെയുണ്ടെന്ന് പോലും അവൾ അന്വേഷിക്കുന്നില്ല. അങ്ങനെ ടെസ്റ്റുകളെല്ലാം കഴിയുന്നുണ്ട്. ഡോക്ടർ അലീനയും കൃഷ്ണമോളെയും വിളിപ്പിക്കുകയാണ്. രോഹിത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നെഞ്ചിൽ നീർക്കെട്ട് കാണുന്നുണ്ട്, 3 ദിവസം ഉള്ള ആൻറ്റിബയോട്ടിക് തരാം, അത് കഴിച്ചാൽ മതി, മാറിക്കോളും. പിന്നെ ശരീരത്ത് അങ്ങിങ്ങായിട്ടൊക്കെ ചതവുകൾ കാണുന്നുണ്ട്, അതിനെല്ലാമുള്ള മരുന്ന് തന്നിടാം. തൽക്കാലം അഡ്മിറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല, വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ആ ഒരു ചതവിൻ്റെയും ആ ഒരു ഇതിൻ്റെയൊക്കെ ക്ഷീണമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, അവിടേക്ക് മാത്രം നമുക്കൊരു പ്ലാസ്റ്റർ ഇട്ട് വിടാം. ഒരു 4 ആഴ്ച റെസ്റ്റ് എടുത്താൽ അതും മാറിക്കോളും, അതുകൊണ്ട് നടക്കാനിപ്പോൾ ഈ പാട് എന്നൊക്കെ പറയാണ്. വേറെ പ്രത്യേകിച്ച് ബോഡിയിൽ വേറൊരു കുഴപ്പം കാണുന്നില്ല, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഓക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗുളികയും ടാബ്ലറ്റും എല്ലാം മേടിച്ചുകൊണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കാറിൽ വന്നിട്ട് ബാലിനോട് ഈ കാര്യമൊക്കെ പറയുമ്പം ഹോ സമാധാനമായി എന്ന് പറയാണ്. അപ്പോൾ ഒരു പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് തന്നെ കൃഷ്ണയും അലീനയും കൂടി പിടിച്ചാണ് രോഹിത്തിനെ കാറിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയത് കേട്ടോ. അങ്ങനെ ഇവർ 4 പേരും കൂടി നേരെ കടപ്പാട്ടൂരിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് ബെല്ലടിക്കുമ്പം അവൾ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. രോഹിയെ ബാലേന്ദ്രനും അലീനയും കൂടി പിടിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരികയാണ്. ഈ സമയത്ത് വൈജ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ബബിത പോയി പറയാണ് അച്ഛനൊക്കെ വന്നോന്ന്. ഇറങ്ങി വരുന്നുണ്ട്. നിന്റെ കാലിനെന്താടാ, അങ്ങോട്ടേപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, തിരിച്ചെന്നപ്പോൾ നീ ഞൊണ്ടിയാണോ വരുന്നത്? അപ്പോൾ കൃഷ്ണമോള് പറയാണ്, അമ്മേ ചേട്ടൻ്റെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, പ്ലാസ്റ്റർ ഇട്ട് 4 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം മാറിക്കോളും. പിന്നെ ശരീരത്ത് അങ്ങിങ്ങായിട്ടൊക്കെ ചതവുണ്ട്, നെഞ്ചിന് ചെറിയൊരു ഇൻഫെക്ഷനുണ്ട്, അതൊക്കെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മാറിക്കോളുന്ന ഡോക്ടർ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോവാണ്. വൈജ അവിടെ നോക്കി നിൽക്കുകയാണ്. ബബിത പറയുന്നുണ്ട്, എങ്കിൽ ഇത്ര നേരമായാലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കോളെങ്കിലും അമ്മയ്ക്കൊന്ന് വിളിച്ച് ചോദിച്ചിടായിരുന്നോ? ഞാൻ ആരെ വിളിക്കാനാടി? അമ്മയുടെ കൃഷ്ണമോൾ ഉണ്ടായിരുന്നല്ലോ, അമ്മയ്ക്ക് വിളിച്ചിടായിരുന്നോ? പിന്നെ കൃഷ്ണമോള് അവളും ഇപ്പോൾ അയാളുടെ സൈഡാ, അതുകൊണ്ട് ഞാൻ അവളെ വിളിക്കാനും നിൽക്കാറില്ല. നല്ല ബെസ്റ്റ് അമ്മ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ബബിത അകത്തേക്ക് കയറി പോവാണ്. ബാലനും അലീനങ്ങൾ കൂടിക്കൊണ്ട് അവനെ കൊണ്ട് കട്ടിലിൽ പിടിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെ മരുന്നും എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഡോക്ടർ പറഞ്ഞു വിട്ടതുപോലെ തന്നെ ട്രിപ്പും അലീന കൊടുക്കാണ്. ഇനിയിപ്പം പേടിക്കാനൊന്നുമില്ല, ഉള്ളിലൊന്നും ഇല്ലാന്ന്, ഉള്ളിൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് മനസ്സിലായല്ലോ. പിന്നെ 4 ആഴ്ച റെസ്റ്റ് എടുത്താൽ മാറാനുള്ള കാലിനും, അതുകൊണ്ട് നീ റെസ്റ്റ് എടുത്തോ എന്ന് അലീന പറയാണ്. ബാലൻ പറയുന്നുണ്ട്, അതെ, ഇനി സ്ട്രെയിൻ ചെയ്ത് കാലനക്കാൻ നിൽക്കണ്ട, ചെറിയൊരു ഫ്രാക്ചർ അല്ലേ ഉള്ളൂ, 4 ആഴ്ച കഴിയുമ്പം അതും അങ്ങ് മാറിക്കോളും. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി രോഹിത്തെ, ഞാൻ താഴെ കാണും, പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് പോവാണ്. കൃഷ്ണ പറയുന്നുണ്ട്, അലീന ചേച്ചി പോലെ ചേച്ചിയെ കിട്ടാനേ ഭാഗ്യം ചെയ്യണം. ഇപ്പൊ കണ്ടില്ലേ ചേട്ടനെ എന്ത് കാര്യമായിട്ട് നോക്കിയെന്ന്? ചേട്ടനിപ്പോൾ മനസ്സിലായില്ലേ ചേച്ചിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളും താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ താഴേക്ക് അടുക്കളയിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ ഡിന്നറിനുള്ള എല്ലാം പാചകമൊക്കെ ചെയ്യാൻ ആരംഭിക്കുകയാണ് അലീന. ഈ സമയത്ത് കൃഷ്ണമോള് പോയിട്ട് സഹായിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല മോളെ, നീ അവിടെ പോയി ഇരുന്നു എന്ന് പറയുമ്പം ചേച്ചി എൻ്റെ പരീക്ഷയൊക്കെ തീർന്നല്ലോ, ഞാൻ ഇനി സഹായിക്കുന്നുണ്ട്, എന്താ തെറ്റ്? എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സഹായിക്കാം. അങ്ങനെ വൈകുന്നേരത്തിലുള്ള എല്ലാവർക്കുള്ള ചായയൊക്കെ അതിന് റെഡിയാക്കാണ്, സ്നാക്സ് റെഡിയാക്കുന്നുണ്ട്, കൂടെ തന്നെ ഡിന്നറിനുള്ളത് പ്രിപ്പയർ ചെയ്യാണ്. അപ്പം കൃഷ്ണ പറയുന്നുണ്ട്, ഞാനത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ വൈജയുടെ മുറിയിലേക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, ബബിതയ്ക്കും കൊടുക്കുകയാണ്. വൈജ അപ്പോൾ ചോദിക്കുകയാണ്, അല്ലടി എന്ത് പറഞ്ഞു അലീന? രോഹിത്തിനെ കൊണ്ട് പോയിട്ട് എല്ലാവരും മയക്ക് കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണല്ലോ. അമ്മേ ചേട്ടൻ വരുന്നില്ലെന്ന് പറഞ്ഞെടുത്തു എന്ന് ചേച്ചി വിധത്തിലാണ് പിടിച്ചോണ്ട് പോയത്. MRI സ്കാനും അതും ഇതും എല്ലാം എടുത്തു. എന്നിട്ടാ ഞങ്ങൾക്കൊരു സമാധാനം ആയത്. അമ്മയുടെ മകനല്ലേ രോഹിയേട്ടൻ, പിന്നെ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? രോഹിയേട്ടനെ ഒരാൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്യുമ്പം അമ്മ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പിന്നെ എന്തിനാമ്മേ ഈ വാശിയും വൈരാഗ്യമെല്ലാം? അമ്മ എല്ലാം ഒന്ന് അവസാനിപ്പിക്കാമേ, വാശിയും വൈരാഗ്യവും എല്ലാം അവസാനിപ്പിക്കുക. എന്നിട്ട് അല്ല ചേച്ചനെ സ്നേഹിച്ചില്ലേലും
വെറുക്കാതിരിക്കുക, വഴക്കുണ്ടാക്കാതിരിക്കുക, അപ്പോൾ തന്നെ ഈ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറയുമ്പം ഈ കുടുംബത്തിലെ പ്രശ്നമേ അങ്ങനൊന്നും മാറില്ലടി. മാറണമെങ്കിൽ അവൾ ഇവിടുന്ന് പോണം. ആ അലീന. ആ അമ്മ ഇതേ മന്ത്രം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോ, എനിക്ക് വേറെ പണിയുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് കൃഷ്ണമോള് അവിടുന്ന് പോവാണ്. കൃഷ്ണ അലീനയും അടുക്കളയിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഡിന്നറിനുള്ളതും രണ്ടുപേരും അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ബാലേന്ദ്രനാണെങ്കിൽ അവന് റിസ്ക് എടുത്ത് കൊടുക്കുമ്പം സാറിലച്ച ഞാൻ തന്നെ കഴിച്ചോളാം, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ റിസ്ക് മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലൻ പറയുന്നുണ്ട്, കുഞ്ഞിലെ നീ ഇങ്ങനായിരുന്നു, നിനക്കൊരു 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ നിനക്ക് വലിയൊരു പനി വന്നു, അന്ന് ഞങ്ങളെല്ലാം ഒത്തിരി പേടിച്ചു പോയി. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അന്ന് പോലും നീ ഉഷാറായില്ല, കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഞാനന്ന് ഒരുപാട് പേടിച്ചു, ഷോപ്പിലേക്ക് പോലും പോവാതെ ഞാൻ ഇരിക്കായിരുന്നു. അങ്ങനെ ചായയിൽ ഇതുപോലെ റിസ്ക് ഒക്കെ മുക്കി ഞാൻ നിനക്ക് തരായിരുന്നു. ആ സമയത്ത് ഇതുപോലെ വേണ്ടച്ചാ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് നീ തനിയെ മുക്കി കഴിക്കായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുക എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രോഹി ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛൻ സത്യം പറയോ? എന്താടാ നീ ചോദിക്ക്, എന്ത് കാര്യം നിനക്ക് അറിയണ്ടേ? അത് പിന്നെ അലീന ആരാച്ചാ എന്ന് ചോദിക്കാണ്. അമ്മ പറയുന്നത് ഒരിക്കലും അത് അച്ഛൻ്റെ മകളല്ല, അച്ഛൻ വിവാഹം കഴിക്കാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുകയാണെന്നൊക്കെയാ അമ്മ പറയുന്നത്. ശരിക്കും എന്താ സംഭവം? അലീന എന്നിവിടെ വന്ന് കയറിയോ അന്ന് മുതൽ ആരംഭിച്ച പ്രശ്നങ്ങളാ അച്ഛൻ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള വഴക്ക്, ഞങ്ങൾ തമ്മിലുള്ള വഴക്ക്, അതുപോലെ തന്നെ എൻ്റെ ഓരോ സ്വഭാവം, പിന്നെ അച്ഛൻ്റെ അറ്റാക്ക്, 2 തവണ അറ്റാക്ക് വന്നത്, പിന്നെ അമ്മയുടെ ആക്സിഡൻറ്റ് എല്ലാം അവൾ വന്നതിന് ശേഷമല്ലേ? ശരിക്കും ഈ അലീന ആരാച്ചാ? അച്ഛൻ സത്യം തുറന്നു പറ, അച്ഛൻ്റെ മകള് തന്നെയാണോ? അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത് അങ്ങനെ ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല, അച്ഛന് വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു ബന്ധമില്ല, അമ്മ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് ആർക്കും അറിയില്ല, അച്ഛൻ കള്ളം പറഞ്ഞാന്നാ എല്ലാവരും പറഞ്ഞേ. എന്താ അച്ഛൻ സത്യം? അച്ഛൻ സത്യം എന്നോടെങ്കിലും തുറന്നു പറ, എങ്കിലല്ലേ എനിക്ക് മനസ്സ് നിറഞ്ഞ് അലീനെ സ്നേഹിക്കാനാവുള്ളൂ, അലീനൻ്റെ കൂടെപ്പിറപ്പാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ പകുതി കൺഫ്യൂഷനാ. അലീന സഹോദരിയാണെന്ന് ചില സമയത്ത് മനസ്സിലോർക്കുമ്പോൾ ചില സമയത്ത് അങ്ങനല്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സുറപ്പിച്ച് എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ചേച്ചി എന്ന് വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്കങ്ങനെ വായിന്ന് വരുന്നില്ല അച്ഛാ. അച്ഛൻ പറ, സത്യം എന്താ? ശരിക്കും അലീന ആരാ എന്ന് ചോദിക്കുമ്പം ബാലന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പോയി കഥക ചാരിടുകയാണ്. ഒരിക്കലും ഈ സത്യങ്ങൾ നീയൊന്നും അറിയരുതെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ നീ അത് അറിയണമെന്ന് എനിക്കിപ്പോൾ തോന്നാ. അത് മാത്രമല്ല, നീ ഒരു മകനാ, നിന്റെ അമ്മയുടെ മകൻ. നിന്റെ അമ്മയോട് നിനക്ക് വെറുപ്പ് തോന്നുമോ എന്ന് ചോദിക്കുകയാണ്. അമ്മയോട് വെറുപ്പ് തോന്നാനോ? എന്താച്ചാ കാര്യം എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ മടി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അച്ഛാ ഞാൻ ചോദിച്ചില്ലേ, അച്ഛൻ പറ, അലീന ശരിക്കും ആരാ? അലീന എവിടെ നിന്നാ വന്നത്? എന്താ അവളുടെ പാസ്റ്റ് എന്നൊക്കെ ചോദിക്കുകയാണ്. പാസ്റ്റ് അറിയണമെങ്കിൽ നീ ഒരു 10-25 വർഷം പുറകോട്ട് പോകണം എന്ന് പറയുമ്പം രോഹി ചോദിക്കുകയാണ്, എന്താ വെച്ചാൽ അങ്ങനെ? അതൊക്കെയുണ്ട്, അതിനു മുന്നേ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുവാണ്. അച്ഛനും മകനും അങ്ങനെ സംസാരിക്കുന്നതന്നെ ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ ബാലൻ പറയാണ്, കുഞ്ഞുനാൾ മുതലേ കൊല്ലപ്പള്ളി വീട്ടിലെ ജോലിക്കാരനായിരുന്നു എൻ്റെ അച്ഛൻ. ആ സമയം അവൾ മുട്ട വലുന്ന സമയം തൊട്ടേ വൈജനെ ഞാൻ കാണുന്നതാ. വൈജ എന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു. എപ്പോഴും ഞാൻ കൊണ്ടു നടക്കുകയും കളിപ്പിക്കുകയും എല്ലാം ചെയ്തു. എനിക്ക് പ്രായപൂർത്തിയായി അവൾക്കും പ്രായപൂർത്തിയായ സമയത്താണ് എനിക്ക് അവളോട് പ്രേമം തോന്നി തുടങ്ങിയത്. ആ സമയം അവരുടെ വീട്ടുകാരെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഒരുപാട് അപമാനിച്ചു. എൻ്റെ അച്ഛനെയും എന്നെയൊക്കെ ഒരുപാട് അപമാനിച്ച അവിടെ നിന്ന് ഇറക്കി വിട്ടത്. അതിനുശേഷമാണ് ഞാൻ തീരുമാനിച്ചത് എങ്ങനെയെങ്കിലും വൈജയെ വിവാഹം കഴിക്കണം. അത് എനിക്ക് വാശി കൂടിയായിരുന്നു. വൈജയോടുള്ള സ്നേഹത്തിനപ്പുറം ഒരുതരം വാശിയായിരുന്നു എൻ്റെ ഉള്ളിൽ. വൈജയുടെ അച്ഛൻ കുഞ്ഞിരാമനോടുള്ളൊരു വാശി, ആങ്ങളമാരുള്ള വാശി. എൻ്റെ അതേ പ്രായക്കാരായിരുന്നല്ലോ രാജീവൻ. അതുപോലെ തന്നെ ശിവനും ഗംഗേട്ടനുമൊക്കെ എന്നേക്കാൾ കുറച്ച് വയസ്സിന് മൂത്തവർ മാത്രമായിരുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് കളിച്ചു നടന്നവരാ. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം അവരെന്നോട് കളിക്കാനോ മിണ്ടാനോ ഒന്നിനും വന്നില്ല. പിന്നീട് എനിക്കൊരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ വച്ചും എനിക്ക് വാശി മാത്രമായിരുന്നു. കുറേ ഗൾഫിലേക്കല്ല കേട്ടോ, ചെയ്യാൻ പറ്റുന്ന കുറേ ജോലികളെല്ലാം ഞാൻ ചെയ്തു. പിന്നീട് ഞാൻ ഗൾഫിലേക്കും പോയി.
അങ്ങനെ വെറും 2 വർഷം മാത്രമേ ഞാൻ വായിച്ചേ കാണാതിരുന്നുള്ളൂ. അങ്ങനെ 2 വർഷം കൊണ്ട് ഞാൻ നേടാവുന്നതിലപ്പുറം സ്വത്തുക്കൾ സമ്പാദിച്ചു. ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഞാൻ ഉണ്ടാക്കി. സ്വർണ്ണക്കടയും അതുപോലെ ഹാർഡ്വെയർ ഷോപ്പും തുണിക്കടയും ഒക്കെ ഞാൻ സമ്പാദിച്ചു. അപ്പോഴാണ് എനിക്കൊരു ധൈര്യമായത്. ഇനിയിപ്പോൾ വൈദ്യരെ വീട്ടുകാരോട് പോയി ധൈര്യമായിട്ട് എനിക്ക് പെണ്ണ് ചോദിക്കാമല്ലോ. സാമ്പത്തികമായിരുന്നല്ലോ അവരുടെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ചോദിച്ച പാടെ തന്നെ വൈദ്യർ അച്ഛനും ആങ്ങളമാരും എല്ലാം സമ്മതിച്ചു. എല്ലാവരും പൂർണ്ണ മനസ്സോടെ എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞു. എൻ്റെ സ്റ്റാറ്റസും എൻ്റെ പണവും കണ്ടിട്ടാണെന്നാ ഞാൻ അന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇപ്പം 23 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി അതല്ല കാരണമെന്ന്. പിന്നെ എന്താച്ചാ കാരണം? അമ്മയ്ക്കന്ന് അച്ഛനെ ഇഷ്ടമായിരുന്നോ? അവക്കങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരോടും നിർബന്ധിച്ചാ എന്നെ വിവാഹം കഴിപ്പിച്ചത്. അതിനുശേഷം പിന്നെ ഞാൻ വൈജയനെ അകവഴിഞ്ഞ് സ്നേഹിച്ചു എന്ന് പറഞ്ഞാലേ ഒരുപാട് ഞാൻ സ്നേഹിച്ചു. ഇനി പറയുന്നുണ്ട്, അല്ലച്ചാ ഇതിനിടയ്ക്ക് ഈ അലീന എവിടുന്നാ വന്നേ എന്ന് ചോദിക്കുമ്പം അത് വലിയൊരു കഥയാ. അത് ഞാൻ പറയാം. അലീന ഇവിടെ വന്ന് കയറിന് ശേഷം എനിക്ക് അവളോട് അങ്ങനെ ഒരു താല്പര്യമില്ല. പക്ഷെ ഒരു പാവം കുട്ടിയോട് തോന്നുന്ന ഒരു സോഫ്റ്റ് കോർണറും എൻ്റെ മക്കളോടെന്ന പോലെ ഒരു സ്നേഹവും എനിക്ക് ആ കുട്ടിയോട് തോന്നിയിരുന്നു. എങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ അലീനയുടെ പേരിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നതാ. അന്നങ്ങനെ അവൾക്ക് ഫോണില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് നിന്റെ മുത്തശ്ശിയുടെ ഫോണിൽ നിന്നാണ് അവൾ രേവതിക്കുട്ടിയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് അവൾ രേവതിക്കുട്ടിക്ക് അയച്ച മെസ്സേജ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് മുത്തശ്ശിയുടെ ഫോണെടുത്ത് എന്നെ ചെക്ക് ചെയ്യാൻ പോയതാണ് ഞാൻ. ആ സമയത്ത് ആ മെസ്സേജുകളൊക്കെ ആയിട്ട് ഞാനേ വരണ്ടു പോയി. അവിടെ ഇരുന്ന് ഞാൻ ഉരുകിപ്പോയി. ആ മെസ്സേജിനെ കുറിച്ചുള്ള സത്യം അറിയാൻ വേണ്ടിയാ ഞാനെന്ന് നീലഗിരിക്കും ആഗ്രയിലേക്കും പോയത് എന്ന് പറയുന്നുണ്ട്. നീലഗിരിക്കോ ആഗ്രയിലേക്കോ? അതെ, ഞാൻ പോയി. നിന്റെ അമ്മ 2 വർഷം ആഗ്രയിലായിരുന്നല്ലോ. അതിന് സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നീലഗിരിയിൽ ഗംഗേട്ടനടുത്തേക്കാണ് ആദ്യം പോയത്. അവിടെ ചെന്നതിന് ശേഷം ഞാൻ ചോദിച്ചപ്പോളേ സത്യങ്ങളെല്ലാം ഗംഗേട്ടൻ പറയായിരുന്നു. എന്ത് സത്യാച്ചാ? ഇനിയാടാ ട്വിസ്റ്റ്. അതായത് ഇവൾ ആഗ്രയിലേക്ക് പോയില്ലേ നിന്റെ അമ്മ? ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്റെ അമ്മ ആഗ്രയിലേക്ക് പോയി. അവിടെ വച്ച് ഈ ഗംഗേട്ടന് ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാളുടെ പേര് സ്റ്റാൻലി എന്നാ. ഈ സ്റ്റാൻലി ആയിട്ട് നിന്റെ അമ്മ ഭയങ്കര പ്രേമമായിരുന്നു. പക്ഷേ കല്യാണം കഴിക്കാതെ ലിവിങ് ടു ദ റിലേഷൻഷിപ്പിൽ അവർ രണ്ടും അങ്ങ് ജീവിക്കാനും തുടങ്ങി. അങ്ങനെ നിന്റെ അമ്മ ഗർഭിണിയായി. ഏകദേശം 7 മാസമായപ്പോഴേ ഈ സ്റ്റാൻലി എന്ന് പറഞ്ഞവനെ നാട്ടിൽ പോയിട്ടാന്ന് പറഞ്ഞ് അവനങ്ങ് മുങ്ങി. നിന്റെ അമ്മ പെട്ടു. നിന്റെ അമ്മയുടെ അച്ഛനും സഹോദരങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് നിന്റെ അമ്മേനെ നേരെ കൊല്ലപ്പള്ളിക്ക് കൊണ്ടുവന്നു. അവിടെ വച്ച് നിന്റെ അമ്മയ്ക്ക് പ്രസവനുണ്ടായപ്പോൾ ആരും അറിയാതെ കൊട്ടാരക്കരയിലുള്ള ഒരു ആശുപത്രിയെ കൊണ്ടുപോയി നിന്റെ അമ്മയെ പ്രസവിപ്പിച്ചു. അങ്ങനെ പ്രസവത്തോടുകൂടി ആ കുഞ്ഞ് മരിച്ചുപോയെന്നാ നിന്റെ അമ്മയോട് നിന്റെ മുത്തശ്ശനും നിന്റെ മുത്തശ്ശൻ്റെ മക്കളും എല്ലാം പറഞ്ഞത്. പക്ഷേ സത്യത ഒന്നും ആയിരുന്നില്ല. നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഈ സത്യങ്ങളൊന്നും അറിയില്ല. അവൾ പ്രസവിച്ച കുഞ്ഞെ ചത്തുപോയെന്ന് തന്നെയാണ് അവൾ കരുതിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും അല്ലായിരുന്നു സത്യം. സ്നേഹനികേതം എന്ന ആ ഒരു ആശ്രമം അന്ന് തുടങ്ങിയ സമയമാണ്. അലീന എപ്പോഴും പറയില്ലേ ഒരു പ്രജിതാമമ്മയെക്കുറിച്ച്? അവരായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ ഉടമ. അവരടുത്തേക്ക് ആ കുഞ്ഞിനെ കൊണ്ട് പോവുമായിരുന്നു നിന്റെ മുത്തശ്ശൻ കുഞ്ഞിരാമൻ നായർ. അയാള് ആ കുഞ്ഞിനെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചു. അതൊരു പെൺകുട്ടിയാ. ആ മദറാ, അവിടുത്തെ ആ സ്ത്രീയാണ് അവൾക്ക് അലീന എന്ന് പേരിട്ടത്. അങ്ങനെ 23 വർഷക്കാലം ആ കുട്ടി ആ ഓർഫനേജിലാണ് വളർന്നതും. നിന്റെ മുത്തശ്ശൻ ആദ്യവും ഇടയ്ക്കൊക്കെ ഇച്ചിരി സഹായങ്ങളൊക്കെ ചെയ്യായിരുന്നു. പിന്നെ അതില്ലാണ്ടായി. ഒരിക്കലും ആ കുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് വന്നേക്കരുതെന്നാണ് അയാളുടെ ഓർഡർ. അങ്ങനെ അവൾ പിഴച്ച് പ്രസവിച്ച് ഇരിക്കുന്ന സമയത്ത് ഡിപ്രഷൻ അടിച്ചിരുന്ന സമയത്താണ് എൻ്റെ ആലോചനയായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പിന്നെ അവർക്ക് ലോട്ടറി അടിച്ച പോലെ ആയില്ലേ. മോള് പിഴച്ച് പ്രസവിച്ച് നിൽക്കുകയല്ലേ, വേറെ ആര് കെട്ടാനാ? എനിക്കാണെങ്കിലോ ചോദിക്കാനും പറഞ്ഞൊന്നും വേറെ ആരും ഇല്ല. പിന്നെ ഞാനാണെങ്കിലോ വൈജാന്ന് പറഞ്ഞ് അങ്ങ് ഭ്രാന്ത് പിടിച്ച് നടക്കില്ലായിരുന്നോ? പിന്നെ ഇഷ്ടം പോലെ സ്വത്തുക്കളായി. പിന്നെ നിന്റെ വീട്ടുകാർക്ക് എന്ത് വേണം? അങ്ങനെ അവർ അന്ന് ആ കല്യാണത്തിന് സമ്മതിച്ചതാ. അതുകൊണ്ടായിരുന്നു വൈജയ്ക്ക് എന്നോട് താല്പര്യമില്ലായിരുന്നത്. പക്ഷേ വിവാഹം കഴിച്ചതിന് ശേഷം എല്ലാവരും പാടെ അതങ്ങ് മറന്നു കളഞ്ഞിട്ട് എല്ലാവരും എന്നെ പൊട്ടനാക്കായിരുന്നു. നീണ്ട 23 വർഷം ശേഷമാണ് ഞാൻ അറിഞ്ഞത്. രേവതിക്കുട്ടിയുടെ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളെല്ലാം അലീനയുടെ കൂടപ്പിറപ്പാണെന്നും അലീനെ പിഴച്ച് പ്രസവിച്ച തള്ള നിന്റെയൊക്കെ അമ്മയാണെന്നും. ഇപ്പം നീ പറടാ, ആരുടെ ഭാഗത്ത് തെറ്റ്?
അങ്ങനെ സ്നേഹനികയത്തിൽ ആ പ്രജിത്താമ്മമ്മി മരിക്കുന്ന സമയമായപ്പോൾ ഈ മക്കളെയൊക്കെ എവിടെയെങ്കിലും കൈപിടിച്ച് ഏൽപ്പിക്കണമല്ലോ. ആ ഒരു ചിന്ത വന്നപ്പോഴാണ് അവർ അലീനയും കൂട്ടി അലീനയുടെ കാര്യം പറയാൻ വേണ്ടി കൊല്ലപ്പള്ളിക്ക് വന്നതും വയ്യാതെ കിടന്നിൻ്റെ മുത്തശ്ശനെ കാണുന്നതും. അങ്ങനെ മുത്തശ്ശൻ അത്രയും ദൂരം പോയിട്ട് ആ സ്നേഹനിധിയിലേക്ക് പോയിട്ട് ഒരു ഹോം നേഴ്സായിട്ട് അലീനയും കൂട്ടി വരുന്നതും. അലീന വരുന്നതിന് മുമ്പേ നിന്റെ മുത്തശ്ശൻ മരിച്ചുപോയി. അന്ന് മനുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചതാ അലീനയെ കൊണ്ടുവരണമെന്ന്. അതുകൊണ്ടാണ് മനു എന്നെയും കൂട്ടിക്കൊണ്ട് പോയി അലീനയെ കൊണ്ടുവന്നതും. അലീനയ്ക്കറിയാം സത്യാവസ്ഥ എന്താണെന്ന്. അലീനയ്ക്ക് മാത്രമല്ല, നിന്റെ അങ്കിൾമാർക്കൊന്നും കുറെ കാലം അറിയില്ലായിരുന്നു. അന്ന് അലീനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയില്ലേ, അന്നാ അവരോട് ഗംഗേട്ടൻ സത്യങ്ങളെല്ലാം പറഞ്ഞത്. നീലഗിരിയിലേക്ക് ഞാൻ പോയതും അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഗംഗേട്ടൻ തന്നെയാ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞത്. തെളിവുകളെല്ലാം എൻ്റെ കയ്യിലിരിക്കുകയായിരുന്നല്ലോ. പറയാതിരിക്കാനേ അയാൾക്കും ഒരു നിവൃത്തി ഉണ്ടായില്ല. അയാൾക്കും മാലതി ചേച്ചിക്കും കാര്യങ്ങളെല്ലാം അറിയാം. അതുപോലെ ഇപ്പം ശിവേട്ടനും രാജീവനും കാര്യങ്ങളറിയാം, മനുവിനറിയാം, പിന്നെ ഈ കൃഷ്ണമ്മോൾക്കും അറിയാം. അതുകൊണ്ടാണ് കൃഷ്ണമോള് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതും. അന്ന് അവളെയും കൂട്ടി ഞാൻ റിസോർട്ടിലേക്ക് പോയപ്പം കൃഷ്ണമോളെ കൊണ്ടുപോയില്ലേ, കൃഷ്ണമോളോടും ഞാൻ പോയിട്ട് സത്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൾക്കിപ്പം ഇവളോട് ഇത്രയ്ക്ക് സ്നേഹം. നിന്റെ അമ്മയെ എല്ലാവരും ചതിച്ചത് നിന്റെ അമ്മ മാത്രമല്ല, അമ്മയുടെ അച്ഛനും അമ്മയുടെ സഹോദരങ്ങളും കൂടിയാ എല്ലാവരും ചതിച്ചത്. എല്ലാവരും അല്ല, എന്നെ പൊട്ടനാക്കുകയായിരുന്നു. പാവം അലീന ഇത്രയും കാലം ഇത്രയും സമ്പത്തുള്ളൊരു കുടുംബത്തിലെ അംഗത്തിൻ്റെ മകളായിട്ട് പോലും ആരുമില്ലാതെ ഒരു അനാഥയെ പോലെ ആ ഒരു അനാഥാലയത്തിൽ വളരുകയായിരുന്നു. ഇപ്പം നിനക്ക് മനസ്സിലായോടാ എന്താ സത്യമെന്ന്? ഞാൻ എന്തുകൊണ്ടാ അവളെ വെറുക്കുന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. നിന്റെ അമ്മ 23 വർഷം മുമ്പ് പിഴച്ചു പറ്റിയ കുട്ടിയാണ് അലീന. അല്ലാതെ എനിക്കൊരു അവിഹിത സന്തതിയില്ല. ജനിച്ച കാലം മുതലേ വൈദ്യല്ലാതെ ഒരു പെണ്ണെ സ്നേഹിച്ചിട്ടുമില്ല. ഇനി അതിന് പറ്റുമോയെന്ന് എനിക്കറിയത്തുമില്ല. ഇപ്പം നീ പറ, ഞാൻ ചെയ്ത തെറ്റാണോ? അലീന വന്ന് കയറിയ പിന്നെയാണ് പ്രശ്നങ്ങളെന്ന് നീ പറഞ്ഞല്ലോ, ശരിയാ. പക്ഷെ അതിൻ്റെ കാരണക്കാരി നിന്റെ അമ്മയാ. അലീന അതൊരു നിമിത്തമായി. സത്യങ്ങളെല്ലാം മരിക്കുന്നതിന് മുമ്പ് ഞാൻ അറിയണമല്ലോ. അതുകൊണ്ട് ദൈവം അവളെ നേരിട്ട് പറഞ്ഞയച്ചാണെന്നാ എൻ്റെ വിശ്വാസം. അവൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവനും ഈ സത്യങ്ങളൊന്നും അറിയാതെ അവളെ പൂജിച്ച് നടന്നേനെ. ഒരു മണ്ടനായിട്ട് ഒരു പൊട്ടനായിട്ട് ഞാൻ ജീവിച്ചേനെ. ഇപ്പോഴാ ഞാനൊരു ധൈര്യമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഭാര്യ പിഴച്ചു പറ്റുവാളാണെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ആ മാനസിക ബുദ്ധിമുട്ട് അതൊരിക്കലും ആർക്കും പറഞ്ഞ് മനസ്സിലാവില്ല. എൻ്റെ സ്ഥാനത്ത് അവരായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ വിഷമം എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്നൊക്കെ ബാലനിങ്ങനെ വളരെ വിഷമത്തോടെ പറയാണ്. അപ്പോൾ അലീന എൻ്റെ സ്വന്തം ചേച്ചിയല്ലേ? അതെ, നിന്റെ സ്വന്തം ചേച്ചിയാ. ഞാൻ പറഞ്ഞല്ലോ, ഡൗട്ടുണ്ടെങ്കിൽ നീ DNA ടെസ്റ്റ് എടുത്ത് നോക്കിക്കോ. പിന്നെ അത് മാത്രമല്ല, അവളുടെ കയ്യിൽ അതിൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട്. നിന്റെ മുത്തശ്ശനുണ്ടല്ലോ ആ കൊല്ലപ്പള്ളിയിലെ അങ്ങേരാ ഇതിനെല്ലാം കാരണക്കാരൻ. ആദ്യമേ ആ കുട്ടി മരിച്ചില്ലെന്ന് പറഞ്ഞ് വൈദ്യരുടെ കയ്യിൽ കൊടുക്കാറുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? വൈദ്യ ഡിപ്രഷൻ അടക്കില്ലായിരുന്നു. ആ കുട്ടിയാണെന്നും പറഞ്ഞ് ഞാനവളെ സ്വീകരിക്കാതിരിക്കുന്നില്ലായിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തെങ്കിൽ ഞാനത് സ്വീകരിച്ചേനെ. പക്ഷെ എല്ലാം മറച്ചു വെച്ച് ആ കുട്ടിയെ അനാഥയാക്കി എല്ലാ കള്ളത്തരങ്ങളും കാണിച്ചത് അയാൾ ഒറ്റ ഒരുത്തനാ, ആ കുഞ്ഞിരാമൻ നായർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാലൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കപ്പോൾ സത്യങ്ങളൊന്നും അറിയില്ലേച്ചാ? ഇല്ല. ആ അലീന ജീവനുണ്ടെന്ന് പോലും അവൾക്കറിയില്ല. ആ കുഞ്ഞ് മരിച്ചു പോയെന്നാ അവളുടെ അറിവ്. അലീനയാണ് തൻ്റെ മകളെന്നോ കുഞ്ഞ് മരിച്ചില്ലെന്നോ ഒന്നും അവൾക്കറിയില്ല. അച്ഛാ, അമ്മയുടെ അതൊക്കെ പറഞ്ഞു തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അമ്മയോട് പറയാനോ? അപ്പം പിന്നെ ഞാൻ ആരടാ, പൊട്ടനോ എന്ന് ചോദിക്കുമ്പം അല്ലച്ചാ, അമ്മയതറിയുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അമ്മ അലീനെ സ്വീകരിക്കും. അച്ഛൻ ഓൾറെഡി അലീനെ സ്വീകരിച്ചതല്ലേ, പിന്നെന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം ഹെടാ, ഞാനപ്പോൾ വെറും പൊട്ടനായി പോവില്ലേടാ. അങ്ങനെ അമ്മയും മകളും ഒന്നിച്ച് എല്ലാവരും ഒന്നിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ആരടാ എന്ന് ചോദിക്കുകയാണ്. ഇവരൊന്നും മിണ്ടാട്ടം ഇല്ലാതെ നിൽക്കുകയാണ്. ഇത്രയും കാലം എന്നെ ചതിച്ചതല്ലേ, അതുകൊണ്ട് ഇനി ഞാനങ്ങോട്ട് ഒരു തീരുമാനം എടുത്തു. നിന്റെ അമ്മ എന്നാണോ സത്യങ്ങളെല്ലാം അറിയുന്നത് അതോടുകൂടി ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യും. ഇപ്പോൾ അവളെന്നെ ഡിവോഴ്സ് ചെയ്യുന്നത് നടക്കുകയാണല്ലോ. അങ്ങനെ ഡിവോഴ്സ് ചെയ്യണം അവൾ കോടതിയിലേക്ക് കയറിയാലേ അവളെ നാറ്റിക്കും. ഇതിൻ്റെ എല്ലാ തെളിവുകളും നിരത്തി അവളെ ഞാൻ അവിടെ വലിച്ചു കീറും എന്ന് പറയുന്നുണ്ട്. അച്ഛാ, എല്ലാം മറന്ന് 4 മക്കളുമായിട്ട് നിങ്ങളെ സ്നേഹത്തോടെ ജീവിക്കുന്നതല്ല അച്ഛാ അതിൽ നല്ലത്. ഇല്ലടാ, ഒരിക്കലും ഞാൻ അങ്ങനെ സംഭവിക്കില്ല. അവളെ ചതിച്ചതാ, അതിനൊരിക്കലും മറക്കില്ല. ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ എൻ്റെ മുമ്പിൽ മുട്ടുകറച്ച് നിൽക്കുന്ന എന്തിനാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേടാ.
എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛാ എങ്കിലും വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ അമ്മ ഈ സത്യം അറിഞ്ഞ ആ നിമിഷം തന്നെ അവളെ ഡിവോഴ്സ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ നിന്റെ രണ്ടാം ജന്മോ, നിനക്കറിയാലോ. നിനക്കുള്ളത് 3 സഹോദരിമാരാ. എന്നെ കഴിഞ്ഞാൽ പിന്നെ ഈ വീട് നോക്കേണ്ടവൻ നീയാ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ വേണം ഈ 3 പെങ്ങന്മാരെയൊക്കെ നോക്കാനായിട്ട്. അച്ഛൻ്റെച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ, എനിക്കിപ്പോൾ 2 അറ്റാക്ക് കഴിഞ്ഞു. ഒന്ന് നിന്റെ അമ്മയുടെ കാരണം, ഒന്ന് നീ കാരണം. ഇനി ഈ താങ്ങാനുള്ള ശക്തിയൊന്നും ഈ ശരീരത്തിനില്ല. ഏത് നിമിഷവും ഞാൻ ഇല്ലാതാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞ് ഏൽപ്പിച്ചത്. അലീനെ ഒരിക്കലും കൈവിടരുത്. അലീന നിന്റെ ചേച്ചിയാ. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. നിനക്ക് തെളിവുകൾ വേണമെങ്കിൽ ഞാൻ തരാം. അതുകൊണ്ട് നീ ഒരിക്കലും അവളെ വെറുക്കരുത്. അവളെ സ്വന്തം ചേച്ചിയെപ്പോലെ കണക്കാക്കി സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലൻ പറയാണ്, പിന്നെ ഈ സത്യങ്ങളൊന്നും നീ ഒരിക്കലും നിന്റെ അമ്മയോട് പറയാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, അവളറിഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യും. അതുകൊണ്ടൊരിക്കലും അവളെ സത്യങ്ങളൊന്നും അറിയണ്ട എന്ന് ബാലൻ പറയുന്നുണ്ട്. ശരിക്കും ഞാനൊന്നും ചെയ്തില്ലടാ. നിന്റെ അമ്മയെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ടായിരിക്കാം ഞാൻ നിലയിലെത്തിയത്. പക്ഷെങ്കിൽ എല്ലാവരും കൂടി എന്നെ ചതിക്കായിരുന്നു. എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. സ്വത്തുണ്ട്, ഞാൻ സ്നേഹിച്ച പെണ്ണുണ്ട്, മക്കളുണ്ട്, വലിയ വീടുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ വലിയ അഹങ്കരിച്ച് നടക്കായിരുന്നു. എല്ലാം ഈശ്വരൻ മുളയിലെ നുള്ളിക്കളഞ്ഞു എന്ന് പറയാണ്. ഓരോരുത്തരെയും ഏറ്റവും ഉയരത്തിൽ കൊണ്ടുപോയിട്ട് ദൈവം താഴേക്ക് വലിച്ചിടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ അവസ്ഥ എൻ്റേത്. ഒന്നും ഏതൊരവസ്ഥയല്ല ഞാനിപ്പോൾ. പക്ഷെ അലീന എന്നെപ്പോൾ അച്ഛനെ പോലെ സ്നേഹിക്കുക. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഞാനും മകളെപ്പോലെ കാണുന്നത്. നീയും അങ്ങനെ തന്നെ വേണം. സ്വന്തം സഹോദരിയെപ്പോലെ അവളെ കാണണം. പിന്നെ ബബിതയുടെ കാര്യം നിനക്കറിയാമല്ലോ. അവൾ കുറച്ച് റോങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നോട് അലീന പറഞ്ഞു. ഇനി നിൻ്റെ ഒരു കണ്ണ് അവളുടെ മേലെ വേണം. എല്ലാ കാര്യങ്ങളും നീ വേണം നോക്കി നടത്താൻ എന്നൊക്കെ പറയുമ്പം അച്ഛനൊന്നും സംഭവിക്കില്ല. ഞങ്ങളെ കൂടെ എന്നും കാണും. അച്ഛൻ മാത്രമല്ല അമ്മയും. ഈ തെറ്റിദ്ധാരണയും പ്രശ്നങ്ങളും ഈ ഒരു ബഹളങ്ങളും എല്ലാം മാറും. എല്ലാം മാറി നമ്മൾ 4 മക്കളും അച്ഛനും അമ്മയും കൂടി സമാധാനമായിട്ട് ഈ വീട്ടിൽ ജീവിക്കും എന്ന് പറയുമ്പം ബാലൻ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും രോഹി അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ ഒരു കെട്ടിപ്പിടുത്തം ഏകദേശം ഒരു 10-18 വർഷം മുമ്പായിരുന്നു അവൻ്റെ അവസാനമായിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചത്. ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ എല്ലാം മറന്നു നിൽക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രൻ. ബാലനും തിരിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഏകദേശം നീ ഒരു 3-ലോ 4-ലോ പഠിക്കുമ്പോഴാണ് എന്നെ ഇതുപോലെ ലാസ്റ്റായിട്ട് കെട്ടിപ്പിടിച്ചത്. പിന്നെ ഇതുവരെ എന്നെ ഒന്ന് ഹഗ് പോലും ചെയ്തിട്ടില്ല. മനസ്സ് നിറഞ്ഞതാ, ശരീരം ഒരുപാട് തണുത്തു, ഒത്തിരി സമാധാനമായി എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ബാലൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത് അലീനെ കാണുകയാണ്. അച്ഛാ, എന്തു പറ്റിയച്ചാ? രോഹി വീണ്ടും വലിയ പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് ബാലനങ്ങ് പോവാണ്. അലീന മുകളിലേക്ക് കയറി വരുന്നുണ്ട്. എന്തു പറ്റി രോഹി? അച്ഛൻ കരഞ്ഞുകൊണ്ട് പോകുന്നല്ലോ. നീ വല്ലതും പറഞ്ഞോ? ഇല്ല ചേച്ചി, ഞാനൊന്നും പറഞ്ഞില്ല. അവൻ്റെ ചേച്ചി വിളി കേട്ടപ്പോൾ അലീനയ്ക്കും വല്ലാണ്ട് മനസ്സ് നിറയുന്നുണ്ട്. നീ പിന്നെ എന്നാ വിളിച്ചത്? ചേച്ചിന്ന്. നിങ്ങളെൻ്റെ കൂടെ പറപ്പല്ലേ, പിന്നെ ഞാൻ ചേച്ചി നല്ല വിളിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടാണോ അപ്പം അച്ഛനും കരഞ്ഞുകൊണ്ട് പോയത് എന്ന് ചോദിക്കുമ്പം ആയിരിക്കാം. എന്തായാലും എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി. ചേച്ചി ആരാണെന്നും ചേച്ചി എവിടുന്നാണ് വന്നതെന്നും എല്ലാം. എൻ്റെ അച്ഛനല്ല അമ്മയെ തെറ്റിയതെന്നും എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം അയ്യോ പതുക്കെ പറ, വേറെ ആരും അറിയില്ലേ? അമ്മ അറിയില്ലേ? ഇപ്പം തന്നെ ഓരോരുത്തരും അറിഞ്ഞ് ആകെപ്പാടെ വിഷയമായി. നിന്റെ അമ്മ അറിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്ന നിനക്കറിയാലോ. അച്ഛൻ അപ്പോൾ തന്നെ ഡിവോഴ്സ് ചെയ്തെന്നും പറഞ്ഞിരിക്കുക. അങ്ങനൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് ആരും ആ സത്യങ്ങളൊന്നും അറിയണ്ട. അച്ഛൻ നിന്നോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പം ഞാൻ ഒരുപാട് കമ്പലത് ചോദിച്ചിട്ടാണ് പറഞ്ഞത്. പറഞ്ഞെന്തായാലും നന്നായില്ലേ? ഞങ്ങൾ അറിയുകയാണെങ്കിൽ നേരത്തെ മുതലേ ഈ പ്രശ്നം വല്ലതും ഉണ്ടാകുമായിരുന്നോ? ഞാൻ വേറെ കണ്ണോട് കാണില്ലായിരുന്നു. അത് മാത്രമല്ല ഞാൻ ചേച്ചിയെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇപ്പം ഞാൻ പെങ്ങളല്ലെങ്കിലും നീ വേറെ കണ്ണോട് കാണാൻ പാടില്ല. എല്ലാ സ്ത്രീകളെയും സ്വന്തം സഹോദരിയെ പോലെ കാണണ്ടല്ലേടാ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് അലീനയും രോഹിയും ഭയങ്കര കൂട്ടാകുകയും അവർ ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്യാൻ കേട്ടോ. ഇതുപോലത്തെ സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.